CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ DCCയിലെ കൂട്ടത്തല്ല. ജോസ് വള്ളൂർ ഡൽഹിയിൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. രാജിക്കെന്ന സൂചന. 24 മണിക്കൂറിന് ശേഷം വിചിത്ര വിശദീകരണവുമായി DCC. ജനറൽ സെക്രട്ടറി മദ്യപിച്ചെത്തി അഴിഞ്ഞാടിയെന്ന വാർത്താക്കുറിപ്പ്. സജീവൻ കുരിയച്ചിറയ്ക്കെതിരെ കേസെടുത്തു. തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനും ജനറൽ സെക്രട്ടറി ഗോപാലകൃഷ്ണനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സജീവൻ കുരിയച്ചിറ. DCCയുടെ വാർത്താക്കുറിപ്പിന് പിന്നാലെയാണ് സജീവന്റെ ആരോപണങ്ങൾ. തൃശൂരിൽ നിയന്ത്രണം വിട്ട KSRTC ലോ ഫ്ലോർ ബസ് ഇടിച്ചു കയറി ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. പ്രതിമ പുനർനിർമ്മിക്കുമെന്ന് മന്ത്രി K. രാജൻ. ആറങ്ങോട്ടുകരയിൽ കാൽനട യാത്രക്കാർക്ക് നേരെ കാർ പാഞ്ഞു കയറി. മേഴത്തൂർ സ്വദേശിനിക്ക് ദാരുണാന്ത്യം. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. മേഴത്തൂർ കോടനാട് സ്വദേശിനി തുമ്പപ്പറമ്പിൽ മണികണ്ഠന്റെ ഭാര്യ രാധയാണ് മരിച്ചത്. കുന്നംകുളം ചൊവ്വന്നൂരിൽ നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരനായ ഇതര സംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. ചൊവ്വന്നൂർ സ്വദേശി വട്ടേക്കാട്ടിൽ വീട്ടിൽ 60 വയസ്സുള്ള രമേശ്, തമിഴ്നാട് ചിദംബരം സ്വദേശി 29 വയസ്സുള്ള ത്യാഗരാജൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. അധികാരത്തിന്റെ ഊതിവീർപ്പിച്ച കുമിളകളെ കുത്തിപ്പൊട്ടിക്കാൻ ചിലരുണ്ടാകണം എന്നത് കാലത്തിന്റെ അനിവാര്യതയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു പറഞ്ഞു. പുന്നേർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം എഴുത്തുകാരി KR മീരയ്ക്ക് സമ്മാനിച്ചു. സാഹിത്യലോകത്ത് കൊടികുത്തിവാണ ആണഹന്തയിൽ നിന്ന് സാഹിത്യത്തെ പിടിച്ചുവാങ്ങിയ എഴുത്തുകാരിയാണ് മാധവിക്കുട്ടിയെന്ന് KR മീര അഭിപ്രായപ്പെട്ടു. പുന്നേർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ദേവാലയത്തിൽ സംയുക്ത ഊട്ടുതിരുനാൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഇടവക മധ്യസ്ഥയായ വിശുദ്ധ മറിയം ത്രേസ്യയുടെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത ഊട്ടുതിരുനാളാണ് ദേവാലയത്തിൽ ആഘോഷിച്ചത്. ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ജൂൺ 16 ഞായറാഴ്ചയാണ് ഊട്ടുതിരുനാൾ. DYFI നീണ്ടൂർ യൂണിറ്റും ഡോക്ടർ റാണി മേനോൻ മാക്സ് വിഷൻ ഐ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിലെ 11 ദിവസം നീണ്ടുനിൽക്കുന്ന കർപ്പൂരാദി ദ്രവ്യ കലശത്തിന് തുടക്കമായി. സാംസ്കാരിക സമ്മേളനം ക്ഷേത്രം തന്ത്രി കീഴ്മണ്ഠയൂർ നീലകണ്ഠൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പെരുമ്പിലാവ് കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ സീബ്ര ലൈൻ മാഞ്ഞുപോകുന്നത് കാൽനട യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. കല്ലമ്പുറം ജംഗ്ഷനിൽ കുന്നംകുളം കുറ്റിപ്പുറം ബസ് സ്റ്റോപ്പിന് സമീപമുണ്ടായിരുന്ന 2 സീബ്ര ലൈനുകളും മാഞ്ഞുപോയിട്ട് മാസങ്ങളായി. ഗുരുവായൂർ കാവീട് ക്ഷേത്രവളപ്പിലെ പടുമരം കടപുഴകി വീണു. കാവീട് മന്ദാരം റോഡിൽ മരക്കാത്ത് ദേവീക്ഷേത്ര വളപ്പിലെ മരമാണ് കടപുഴകിയത്. ഓൾ കേരള വീൽചെയർ റൈഡ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന സോഷ്യൽ മീഡിയ സംസ്ഥാന ക്യാമ്പയിന് തുടക്കമായി. കൊല്ലരുത് ഈ മക്കളെ എന്ന പേരിലാണ് സംഘടനാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. പിറന്നാൾ ദിനത്തിൽ അമല ആശുപത്രിയിലെ ക്യാൻസർ രോഗികൾക്ക് മുടി മുറിച്ചു നൽകി യുവാവ് മാതൃകയായി. വയലത്തൂർ ഞമ്മനേങ്ങാട് ചുങ്കത്ത് ജോമോൻ C. ജോർജാണ് മുടി നൽകിയത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണന് എരുമപ്പെട്ടി പഞ്ചായത്തിൽ സ്വീകരണം നൽകി. കടങ്ങോട് റോഡ് സെന്ററിൽ നടന്ന സ്വീകരണ യോഗത്തിൽ LDF നേതാക്കളും പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.